നമസ്കാരം സുഹൃത്തുക്കളെ, ഏവർക്കും അക്ഷയ കേരളമിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. കേരളത്തിലെ പെൻഷൻ ഗുണഭോക്താക്കൾ എല്ലാവരും ഈ വീഡിയോ അവസാന നിമിഷം വരെ ശ്രദ്ധിക്കണം. കാരണം ഇന്ന് പറയാൻ പോകുന്നത് ഒരു സാധാരണ പെൻഷൻ അപ്ഡേറ്റ് മാത്രമല്ല. ഓണം അടുത്തെത്താനിരിക്കെ ഗുണഭോക്താക്കൾക്ക് രണ്ട് പ്രധാന വാർത്തകളാണ് ഒരുമിച്ച് വന്നിരിക്കുന്നത്. ഒന്നാമത്തെ, ഓണസമയത്തെ പെൻഷൻ വിതരണം സംബന്ധിച്ച പുതിയ അപ്ഡേറ്റ്. നിലവിലെ ക്ഷേമ പെൻഷൻ തുക 2000 രൂപയാണ്. ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ അപ്ഡേറ്റ്, പെൻഷൻ വീട്ടിലെത്തിക്കുന്ന പഴയ സംവിധാനത്തിൽ ഈ മാറ്റം ഓണം പെൻഷനും ബാധിക്കുമെന്നുള്ള കാര്യം. സഹകരണ ബാങ്കുകൾ വഴി വീടുകളിൽ എത്തിച്ചുകൊണ്ടിരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് പെൻഷനും ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് DBT വഴി നൽകുന്നതിനുള്ള നടപടിയാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ വലിയൊരു ട്വിസ്റ്റ് ഉണ്ട്. എല്ലാ പെൻഷൻകാരുടെയും വീട്ടിലെത്തിച്ചുള്ള വിതരണം ഒരേ രീതിയിൽ അവസാനിപ്പിക്കുന്നില്ല. പൂർണ്ണമായും കിടപ്പിലായ ഗുണഭോക്താക്കൾക്ക് പ്രത്യേക പരിഗണന തുടരും. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ ഓണം പെൻഷൻ എത്ര ലഭിക്കും, എപ്പോഴാണ്, എവിടേക്കാണ് പണം വരുന്നത്, ഇനി സഹകരണ ബാങ്ക് ജീവനക്കാർ വീട്ടിലെത്തിക്കുമോ, ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർ എന്ത് ചെയ്യണം, ആധാർ ലിങ്ക് ചെയ്യാത്തവർക്ക് എന്ത് സംഭവിക്കും, കിടപ്പിലായവർക്ക് വീട്ടിൽ തന്നെ പെൻഷൻ ലഭിക്കുമോ എന്നിങ്ങനെ പെൻഷൻകാരുടെ പ്രധാനപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും വ്യക്തമായ മറുപടി ഈ വീഡിയോയിൽ ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ആദ്യം ഓണം പെൻഷനെ കുറിച്ച് പറയാം. കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട ക്ഷേമ പെൻഷനുകൾ 2000 രൂപയാക്കി ഉയർത്തിയിട്ടുണ്ടെന്നറിയാം. കേരളത്തിലെ ധനകാര്യ വകുപ്പിന്റെ ഔദ്യോഗിക രേഖാപ്രകാരം ഈ വർധനവ് 2025 ഒക്ടോബർ 30 ഉത്തരവിലൂടെയാണ് നടപ്പാക്കിയത്. അതായത് 2000 രൂപ എന്നത് ഇപ്പോഴത്തെ പ്രതിമാസ പെൻഷൻ നിരക്കാണ്. അതിനാൽ ഈ വീഡിയോ കാണുന്ന പെൻഷൻ ഗുണഭോക്താക്കൾ ആദ്യം മനസ്സിലാക്കേണ്ടത് 2000 രൂപ എന്നത് പുതുതായി ഇന്നു മാത്രം പ്രഖ്യാപിച്ച തുകയല്ല. പകരം ഇപ്പോഴത്തെ പ്രധാന ചോദ്യം ഓണസമയത്ത് ഈ പെൻഷൻ എപ്പോൾ വിതരണം ചെയ്യുമെന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ഈ കാര്യം പറയാൻ കാരണം പല മാധ്യമങ്ങളിലും 4000 രൂപ പെൻഷൻ ലഭിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്, പല മാധ്യമങ്ങളും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 2000 രൂപ എന്നത് ഈ മാസം ലഭിക്കുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ അടുത്ത മാസത്തെ ഗഡു ചേർന്ന് ഒരുമിച്ച് ലഭിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ പലരും ചോദിക്കുന്ന ചോദ്യം. അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ഔദ്യോഗിക വിതരണ അറിയിപ്പ് വന്നാൽ അതിനനുസരിച്ചായിരിക്കും ഓരോ ഗുണഭോക്താവിന്റെയും അക്കൗണ്ടിൽ തുക എത്തുക. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. സർക്കാർ പ്രഖ്യാപിക്കുന്ന വിതരണ തീയതിയും ഓരോ വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ടിൽ തുക കാണുന്ന സമയവും ചിലപ്പോൾ വ്യത്യാസപ്പെടാം. കാരണം ബാങ്കിംഗ് പ്രോസസ്, അക്കൗണ്ട് വിവരങ്ങൾ, DBT, ക്രെഡിറ്റ് എന്നിവയ്ക്ക് സമയമെടുക്കും. അതുകൊണ്ട് പ്രഖ്യാപിച്ച ദിവസം അക്കൗണ്ടിൽ തുക കാണുന്നില്ലെങ്കിൽ ഉടൻ തന്നെ എന്റെ പെൻഷൻ മുടങ്ങി എന്ന് കരുതേണ്ടതില്ല. പക്ഷേ ഓണം പെൻഷനേക്കാൾ വലിയ വാർത്ത ഇപ്പോൾ വേറെ ഒന്നാണ്. പെൻഷൻ എങ്ങനെ നിങ്ങളുടെ കയ്യിലെത്തും? ഇതാണ് ഇപ്പോൾ വലിയ മാറ്റത്തിന് ഒരു സാധ്യത വഹിക്കുന്നത്. നാളുകളായി കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന പലർക്കും പരിചിതമായ ഒരു സംവിധാനമാണ് സഹകരണ ബാങ്ക് ജീവനക്കാർ നേരിട്ട് വീട്ടിലെത്തി തുക വിതരണം ചെയ്യുന്നത്. പ്രത്യേകിച്ച് പ്രായമായവർക്കും ബാങ്കിൽ നേരിട്ട് പോവാൻ ബുദ്ധിമുട്ടുള്ളവർക്കും ഈ സംവിധാനം വലിയ സഹായമായിരുന്നു. പക്ഷേ സർക്കാർ ഇപ്പോൾ ഈ സംവിധാനം പുനഃപരിശോധിച്ചു. പുതിയ തീരുമാനപ്രകാരം പൂർണ്ണമായും കിടപ്പിലായ ഗുണഭോക്താക്കളെ ഒഴികെ സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് പെൻഷനും DBT വഴി ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് നൽകുന്ന തത്വത്തിൽ അംഗീകാരം നൽകിയിരിക്കുകയാണ്. അതിനാൽ ഇനി പ്രധാനപ്പെട്ട മാറ്റം വീട്ടിൽ പണം എത്തിക്കുന്ന രീതിയിൽ നിന്ന് ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം എത്തുന്ന രീതിയിലേക്കാണ്. ഇനി വീട്ടിൽ പെൻഷൻ കിട്ടില്ല, ഇതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്നുള്ളത് നോക്കാം. ഇതാണ് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യം. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്നത് ഇനി പെൻഷൻ വീട്ടിൽ എത്തില്ല എന്നുള്ളതായിരിക്കും. പക്ഷേ യഥാർത്ഥ സ്ഥിതി കുറച്ച് കൂടുതൽ വിശദമാണ്. സർക്കാരിന്റെ തീരുമാനത്തിൽ പൂർണ്ണമായും കിടപ്പിലായ ഗുണഭോക്താക്കളെ ഒഴിവാക്കിയാണ് DBT സംവിധാനത്തിലേക്ക് മാറ്റം കൊണ്ടുവരുന്നത്. അതിനാൽ എല്ലാവരും ഒരേ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി എല്ലാവരും ഇനി ബാങ്കിൽ പോയി പണം എടുക്കണം എന്ന് മാത്രം പറയുന്നത് ശരിയായ വിശദീകരണമല്ല. കിടപ്പിലായ ഗുണഭോക്താക്കൾക്ക് വീട്ടിലെത്തി വിതരണത്തെക്കുറിച്ചുള്ള പ്രത്യേക പരിഗണന തുടരും. അതായത് ബാങ്കിൽ പോയി പണം ഇടപാട് നടത്താൻ പറ്റാത്ത സാഹചര്യമുള്ളവർക്ക് വീട്ടിൽ തന്നെ പണം എത്തിക്കും എന്നുള്ളതാണ്
ഇതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. വയോധികർ എന്ത് ചെയ്യണം? ഇതാണ് ഈ വീഡിയോയിലെ ഏറ്റവും പ്രായോഗികമായ ഭാഗം. നിങ്ങളുടെ വീട്ടിൽ അച്ഛനോ അമ്മയോ മുത്തശ്ശനോ മുത്തശ്ശിയോ പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അവരുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കുക. ആദ്യമായി നോക്കേണ്ടത് ബാങ്ക് അക്കൗണ്ട് പ്രവർത്തനക്ഷമമാണോ. ബാങ്ക് അക്കൗണ്ട് ഏറെ കാലമായി ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ബാങ്കുമായി ബന്ധപ്പെടുക. ഇനി ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് ശ്രദ്ധിക്കണം. ഇത് ബാങ്കിൽ പരിശോധിക്കാം. ഇനി മൂന്നാമത്തെ കാര്യം, ബാങ്ക് അക്കൗണ്ടിലെ പേര് ശരിയാണോ എന്നുള്ളത്. അതായത് ആധാറിലെ പേരും ബാങ്ക് അക്കൗണ്ടിലെ പേരും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ പിന്നീട് പെൻഷൻ മുടങ്ങാൻ സാധ്യത കൂടുതലാണ്. ഇനി അക്കൗണ്ട് നമ്പർ ശരിയാണോ എന്നുള്ളതും പെൻഷൻ ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് തന്നെയാണോ എന്ന് ഉറപ്പാക്കുക. ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർ എന്ത് ചെയ്യണം? ഇതാണ് പലരും ചോദിക്കുന്ന പ്രധാന ചോദ്യം. എനിക്ക് സഹകരണ ബാങ്കിൽ പെൻഷൻ ലഭിച്ചിരുന്നു, ഇനി എന്ത് ചെയ്യണം? ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പുതിയ സംവിധാനത്തിന്റെ ലക്ഷ്യം ആധാറുമായി ബന്ധിപ്പിച്ച ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനം എന്നുള്ളതാണ്. അതുകൊണ്ട് സ്വന്തം ബാങ്കിങ് സൗകര്യത്തെക്കുറിച്ച് ഇപ്പോൾ തന്നെ വ്യക്തത വരുത്തുന്നത് നല്ലതാണ്. പക്ഷെ ആരെങ്കിലും ഫോൺ ചെയ്ത് പെൻഷൻ ലഭിക്കാൻ OTP പറയണമെന്നോ ATM പിന്ന് തരൂ എന്നോ അങ്ങനെയുള്ള കാര്യങ്ങൾ, UPI പിന്ന് പറയണമെന്നുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടാൽ ഒരിക്കലും അത് കൊടുക്കരുത്. പെൻഷൻ ലഭിക്കുന്നതിനായി നിങ്ങളുടെ രഹസ്യ ബാങ്കിങ് വിവരങ്ങൾ മറ്റൊരാൾക്ക് നൽകേണ്ട കാര്യമില്ല. അവർ നിങ്ങളെ പറ്റിക്കുകയായിരിക്കും, പണം തട്ടുന്ന ആൾക്കാരായിരിക്കും. അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു പെൻഷൻ ഈ ഒരു കാര്യത്തിൽ മാറ്റം കൊണ്ടുവന്നെന്ന് ചോദിച്ചാൽ, വീട്ടിലെത്തിച്ച് പെൻഷൻ നൽകുന്ന സംവിധാനം സർക്കാരിന് കൂടുതൽ കാരണങ്ങൾ പറയാനുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണമാണ് പെൻഷൻ വിതരണം വൈകുന്ന സാഹചര്യം. വിതരണത്തിന് ശേഷം വിതരണം വൈകുന്ന സാഹചര്യങ്ങളുണ്ട്. വിതരണം ചെയ്യാതെ ബാക്കി വരുന്ന തുകകൾ സമയത്ത് കൈകാര്യം ചെയ്യുന്നതിൽ പ്രശ്നങ്ങൾ ഉണ്ടായതായി സർക്കാർ പറയുന്നു. രണ്ടാമത്തേത് രേഖകൾ അപ്ഡേറ്റ് ചെയ്യുന്നതിലൂടെ കാലതാമസം. ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ മാറ്റമുണ്ടാകുമ്പോൾ അത് കൃത്യമായി രേഖപ്പെടുത്താത്തതും ഒരു പ്രശ്നമാണ്. മൂന്നാമത്തെ കാര്യങ്ങൾ കണക്കുകൾ പൊരുത്തപ്പെടുന്നതിലെ പ്രശ്നങ്ങൾ. നിലവിലും തിരിച്ചടവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, വിതരണം, ഈ കാര്യങ്ങളിലെല്ലാം കണക്കുകൾ കൃത്യമായി റെക്കോർഡ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അത് ചെയ്യാൻ പൊരുത്തപ്പെടുന്നില്ല എന്നുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. നാലാമത്തെ കാര്യമാണ് ഒരേ വ്യക്തിക്ക് ഒന്നിലധികം പേയ്മെന്റ് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നും പറയുന്നു. ആധാർ അടിസ്ഥാനമാക്കിയുള്ള പേയ്മെന്റ് സംവിധാനം പൂർണ്ണമായി നടപ്പിലാക്കാത്ത സാഹചര്യത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് പേയ്മെന്റ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതായി സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നു. അഞ്ചാമത്തെ കാരണമാണ് സഹകരണ ബാങ്കുകൾക്ക് നൽകുന്ന ഇൻസെന്റീവ് ചിലവ്. വീടുകളിൽ എത്തിച്ചുള്ള വിതരണം നടത്തുന്നതിന് സഹകരണ ബാങ്കുകൾക്ക് സർക്കാർ ഇൻസെന്റീവ് നൽകുന്നുണ്ട്. ഈ ചെലവ് കുറയ്ക്കാനും പുതിയ സംവിധാനം സഹായിക്കുമെന്നാണ് സർക്കാർ പറയുന്നത്. അതുപോലെ തന്നെ ഇതിലും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് കേന്ദ്ര സഹായം. ഈ തീരുമാനം കേരളത്തിന് മാത്രം ബന്ധപ്പെട്ട ഒരു ഭരണപരമായ മാറ്റമല്ല. DBT മാനദണ്ഡങ്ങൾ പാലിക്കുന്നതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സാമ്പത്തിക സഹായത്തിന്റെ കാര്യവും സർക്കാർ പരിഗണിച്ചിട്ടുണ്ട്. പെൻഷൻ വിതരണ സംവിധാനം DBT മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിക്കാത്തത് സംസ്ഥാനത്തിന് ലഭിക്കേണ്ട കേന്ദ്ര സഹായത്തെ ബാധിക്കാനുള്ള സാധ്യതയുണ്ടെന്ന ആശങ്കയും ഈ ഒരു ഉത്തരവിൽ പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആധാർ ബന്ധിപ്പിച്ചിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് നേരിട്ടുള്ള DBT എന്ന സംവിധാനം ശക്തിപ്പെടുത്തുന്നത്. ഇനി പണം എങ്ങനെ എത്തുന്നുള്ള കാര്യം പറഞ്ഞുതരാം. വളരെ ലളിതമായി പറഞ്ഞാൽ പഴയ രീതി, സർക്കാരിൽ നിന്ന് പെൻഷൻ വിതരണം അതുപോലെ സഹകരണ ബാങ്കുകളിലേക്ക് പോകുന്നു. ബാങ്ക് ജീവനക്കാർ അവർ വീട്ടിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ ഗുണഭോക്താവിന്റെ കയ്യിലെത്തുന്നു. ഇനി പ്രധാനമായും ലക്ഷ്യമിടുന്നത് പുതിയ രീതിയിൽ വരുന്നത് സർക്കാർ നേരിട്ട് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനം ആധാർ ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്നു, ഗുണഭോക്താവിലേക്ക് എത്തിക്കുന്നു. ഇതാണ് ഈ ഒരു വലിയ മാറ്റം ഇനി സംഭവിക്കാൻ പോകുന്നത്. പക്ഷെ ഒരു സംശയം, ബാങ്കിൽ പോകാൻ കഴിയാത്തവർ എന്ത് ചെയ്യുന്നുള്ളത്? ഇതാണ് പുതിയ സംവിധാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. ഒരു വയോധികന് ബാങ്കിൽ പോകാൻ കഴിയുന്നില്ലെങ്കിൽ, ഒരു വ്യക്തിക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഒരു വ്യക്തി കുറച്ചു ദിവസത്തേക്ക് രോഗബാധിതനാണെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം പലരും ചോദിക്കുന്നുണ്ട്. ഇവിടെയാണ് കിടപ്പിലായ ഗുണഭോക്താക്കൾക്കുള്ള പ്രത്യേക വ്യവസ്ഥ പ്രധാനമാകുന്നത്. സർക്കാർ പൂർണ്ണമായും കിടപ്പിലായ ഗുണഭോക്താക്കളെ ഈ സംവിധാനം സാധാരണ ഈ സംവിധാനത്തെ DBT മാറ്റത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ ആർക്കാണ് ഈ ഇളവ് ലഭിക്കുക എന്ന് ചോദിച്ചാൽ അത് തെളിയിക്കാൻ എന്ത് നടപടിക്രമമാണ് വേണ്ടത് എന്നുള്ളതും ആരാണ് അർഹത പരിശോധിക്കുക തുടങ്ങിയ പ്രായോഗിക കാര്യങ്ങളിൽ ഔദ്യോഗിക വിശദീകരണം ഇനി ആവശ്യമാണ്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട പുതിയ നിർദ്ദേശങ്ങൾ വരുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഓണം പെൻഷനെ കുറിച്ച് പറയാം. വീണ്ടും ഇത്രയും മാറ്റങ്ങൾക്കിടയിൽ ഓണം പെൻഷൻ എങ്ങനെ ലഭിക്കും എന്നുള്ള ചോദ്യം പലരും ചോദിക്കുന്നുണ്ട്.
പ്രധാനമായി മനസ്സിലാക്കേണ്ടത് DBT സംവിധാനത്തിലേക്ക് മാറാനുള്ള തീരുമാനം പെൻഷൻ തന്നെ നിർത്തുന്നതല്ല, പെൻഷന്റെ വിതരണ മാർഗത്തിലാണ് പ്രധാന മാറ്റം. അതിനാൽ അർഹരായ ഗുണഭോക്താക്കൾക്ക് ലഭിക്കേണ്ട പെൻഷൻ തുകയിലും വിതരണ രീതിയുടെ തീയതിയും കാര്യങ്ങളും പുറത്തിറക്കുന്ന ഔദ്യോഗിക അറിയിപ്പുകളാണ് അന്തിമമായി ആശ്രയിക്കേണ്ടത്. ഇനി പെൻഷൻ വാങ്ങുന്നവർ ഈ 7 കാര്യങ്ങളും ഓർക്കണം. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സജീവമാണോ, ആധാർ ബാങ്കുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ, ബാങ്കിലെ പേര് ശരിയാണോ, മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ, അക്കൗണ്ട് നമ്പർ ശരിയാണോ, നിങ്ങൾ കിടപ്പിലായ ഗുണഭോക്താവാണെങ്കിൽ വീട്ടിലെത്തിച്ചുള്ള വിതരണം സംബന്ധിച്ച പ്രത്യേക നടപടിക്രമം ശ്രദ്ധിക്കുക, വ്യാജ സന്ദേശങ്ങളിൽ വീഴരുത്. ഇതെല്ലാമാണ് 7 കാര്യങ്ങൾ. ഇനി സർക്കാർ DBT സംവിധാനത്തിലേക്ക് മാറ്റുന്നതിന് തത്വത്തിൽ അംഗീകാരം നൽകിയിട്ടുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു. പക്ഷെ അതുകൊണ്ട് തന്നെ നാളെ മുതൽ വീട്ടിൽ പെൻഷൻ വരില്ല എന്നോ അടുത്ത മാസം മുതൽ എല്ലാവർക്കും നിർബന്ധമായും ബാങ്കിൽ പോകണമെന്നോ കൃത്യമായ നടപ്പാക്കൽ തീയതി പ്രഖ്യാപിച്ചു എന്നും കരുതരുത്. അതുപോലെ തന്നെ ഈ വാർത്ത നിങ്ങൾ മാത്രം അറിഞ്ഞാൽ പോരാ, നിങ്ങളുടെ വീട്ടിൽ പെൻഷൻ വാങ്ങുന്ന ഓരോ വയോധികനുണ്ടെങ്കിൽ അവർക്ക് ഈ മാറ്റം പറയുക. കാരണം എല്ലാവരും യൂട്യൂബ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരല്ല. പല വയോധികർക്കും ഇപ്പോഴും ബാങ്ക് ജീവനക്കാരൻ വീട്ടിൽ വരും, പണം തരും എന്ന സംവിധാനമാണ് പരിചയം. ഇനി അക്കൗണ്ടിലേക്ക് പണം നേരിട്ട് എത്തുന്ന രീതിയിലേക്ക് മാറുമ്പോൾ കുടുംബാംഗങ്ങൾ വളരെ സങ്കടത്തിലാവും. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ കാര്യങ്ങൾ ഇൻഫർമേഷൻ പങ്കുവയ്ക്കുക, അവർക്ക് വളരെയധികം സഹായമായി കൊള്ളും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവരും ഭയപ്പെടേണ്ടതുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. ഇല്ല, ഇപ്പോൾ ചെയ്യേണ്ടത് ഭയപ്പെടുകയല്ല, തയ്യാറെടുക്കുകയാണ്. ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കുക, ആധാർ ലിങ്ക് പരിശോധിക്കുക, എല്ലാം ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.